ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. സന്യസ്തർക്കും വൈദികർക്കുമെതിരെ അവഹേളന ശ്രമങ്ങളും ദുരാരോപണങ്ങളും പെരുകുമ്പോഴും ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിന് പ്രത്യുത്തരം നൽകുന്നവരുടെ എണ്ണം വർദ്ധിക്കുക തന്നെയാണ്. ജനറൽ നഴ്സിംഗിനും ജോലിക്കും ശേഷം അതെല്ലാം ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത സിസ്റ്റർ ഷൈനി അന്ന ജെയിംസിന്റെ ദൈവവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ, ഒരു ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാറി നടന്നിടും. കരയുന്ന കണ്ണിലെ കണ്ണീരപ്പാൻ ഞാനിന്നും ഭൂവിലാ, നീറുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനിന്നും ഭൂവിലാ. ആന്ധ്രാപ്രദേശിലെ വാണി സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്ന് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ ജോലി ചെയ്തതിനു ശേഷമാണ് സിസ്റ്റർ ഷൈനി സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിമാർ തന്നെ സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കുന്നതിനായി വീട്ടിൽ വന്നപ്പോഴാണ് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം താൻ വീട്ടിൽ അറിയിക്കുന്നതെന്നും സിസ്റ്റർ ഷൈനി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തിൽ ക്യാമ്പൊക്കെ കൂടുമ്പോ ഇങ്ങനെ എന്താ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം ചോദിക്കുമ്പോൾ എനിക്കൊരു വിശുദ്ധി ആകണമെന്ന് പറയുന്ന ഒരു ആൻസറാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആൻസറായിട്ട് ഞാൻ അത് തിയററ്റിക്കലായിരിക്കും അന്ന് എൻ്റെ മനസ്സിൽ. ഞാൻ ഒത്തിരി വിശുദ്ധയുടെ പുസ്തകമൊക്കെ വായിച്ച് അതെന്താണെന്ന് അറിയില്ല, അന്ന് ഞാനങ്ങനെ പറയുമായിരുന്നു. പിന്നെ അതിലുപരി ഒരു ഭാഗ്യം എനിക്കില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ മമ്മിക്ക് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പോകുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അവർക്ക് പപ്പായ്ക്ക് പക്ഷേ 2 പിള്ളേരെ ഉള്ളത് കൊണ്ട് അങ്ങനെ വിടുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ പറയുമ്പോഴൊക്കെ പപ്പ ഒരു താല്പര്യക്കുറവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു വീട്ടിൽ എന്തും പറയാനും. ഞാൻ തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ്, ഞാൻ പോകും. അപ്പോൾ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിലെ വൊക്കേഷൻ പ്രൊമോട്ടർ വീട്ടിൽ വന്നപ്പം ഞാനന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുമ്പം സിസ്റ്റർ വീട്ടിൽ വന്നപ്പം എന്നാൽ പിന്നെ വരാം, ഷൈനി നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവരിറങ്ങുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് എനിക്ക് അവരെ വിടാൻ തോന്നിയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓവർ ഹിയർ കേട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുക ചെയ്തത്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ പറയുന്നതും വീട്ടുകാരെങ്ങനെ മനസ്സിലാക്കുന്നതും. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് പോലെ തന്നെ അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്ന രോഗികളെയും പാവപ്പെട്ടവരെയും ആവശ്യത്തിലായിരിക്കുന്നവരെയും ഈശോ ആയി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഹോസ്പിറ്റാലിറ്റി 4ാമത്തെ വ്രതമായി സ്വീകരിച്ചിരിക്കുന്ന സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹത്തിൽ അംഗമായതെന്നും സിസ്റ്റർ ഷൈനി പറയുന്നു. ദൈവശാസ്ത്രം പഠിക്കുന്നതാണോ അതോ നഴ്സിംഗിൽ ഉപരിപഠനം നടത്തുന്നതാണോ താല്പര്യമെന്ന് അധികാരികൾ തന്നോട് ചോദിച്ചപ്പോൾ തിരുവചനത്തെക്കുറിച്ചും ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ചും ആഴമായ അറിവ് നേടുകയെന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്നും അതിനാൽ താൻ ദൈവശാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചതെന്നും സിസ്റ്റർ ഷൈനി പറയുന്നു. സെന്റ് ജോൺ ഓഫ് ഗോഡിന്റെ ഈ സമൂഹാംഗം എന്ന നിലയിൽ ഹോസ്പിറ്റാലിറ്റി 4ാമത്തെ ഒരു വ്രതമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാർത്ഥരായിട്ട് ജീവിക്കാം, ദൈവത്തിൻ്റെ കൂടെയാണെങ്കിലും ഇങ്ങനെ സ്വാർത്ഥരായിട്ട് ഇരിക്കുക എന്ന് മാത്രമല്ല, ഇറങ്ങി പുറപ്പെടേണ്ട ഒരു മേഖലയാണ്. MSc നഴ്സിങ്ങിന് പോകുന്നുണ്ടോ, പോസ്റ്റ് BSc കഴിഞ്ഞ് അങ്ങനെ ഒരു ഓപ്ഷനോ അതോ MTHന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിയോളജി ഉയർന്ന് പഠിക്കണോ അതോ നഴ്സിംഗ് പഠിക്കണമെന്ന്. എനിക്കന്നേരം ദൈവശാസ്ത്രം പഠിക്കാനായിരുന്നു ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തത്. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് സെന്റ് ജോൺസ് ആശുപത്രിയിൽ ബോണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ ഷൈനി അവിടെ കാഷ്വാലിറ്റിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നുവെന്നും അപ്പോഴാണ് താൻ സിസ്റ്റർ ഷൈനിയെ പരിചയപ്പെടുന്നതെന്നും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് സിസ്റ്റർ ഷൈനി കടന്നു വരുന്നതെന്നും സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ നിർമ്മല പറയുന്നു. ഒരു ചെറിയ കാര്യം പോലും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല. അങ്ങനെ ഒരു ചെറുപ്പത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു ഫോർമേഷൻ കിട്ടി വളർന്നു വന്നൊരു വ്യക്തിയായിട്ടാണ് ഷൈനിയെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഷൈനിയിൽ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മറ്റ് സ്റ്റാഫിനെ അപേക്ഷിച്ച് എന്തോ ഒരു പ്രത്യേകത ഷൈനിയുടെ ഇടപെടലിലും അതുപോലെ തന്നെ മറ്റ് രോഗികളോടുള്ള സമ്പർക്കത്തിലുമൊക്കെ എന്തോ ഒരു പ്രത്യേകത ആ വ്യക്തിയെ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നു. ഇപ്പം സാവധാനം പിന്നീടാണ് ഞാൻ അറിയുന്നത് ഷൈനി ഇങ്ങനെ ദൈവവിളിയിലേക്ക് ദൈവവിളിയെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണെന്നും ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ചേരാനായിട്ട് വരാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ എനിക്ക് ഷൈനിയെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പിന്നീടാണ്. ഷൈനിയുടെ മാതാപിതാക്കളെ പറ്റി അതല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മയെ പറ്റിയൊക്കെ കേട്ടിരിക്കുന്നത് എപ്പോഴും വിശുദ്ധരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തിക്കൊണ്ടിരുന്നയാളാണ്. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നൊരു ശീലം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ
അതുപോലെ തന്നെ ദൈവവിളി വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മക്കളെ വളർത്തിക്കൊണ്ട് വന്ന ഒരു നല്ല മാതാപിതാക്കളെയാണ് ഷൈനിയുടെ കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധ അമ്മയോടും ജപമാലയോടുമുള്ള ആഴമായ ഭക്തിയിലും പ്രാർത്ഥനയിലും തന്റെ ജീവിതം നയിക്കുന്ന സിസ്റ്റർ ഷൈനി അതിമനോഹരമായി ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകൾ പാടും. വളരേണം ഞാനീശോയോളം എൻ്റെ അമ്മയെ അറിയാൻ, ചെറുതാകണം ഞാനമ്മയോളം എൻ്റെ ഈശോയെ അറിയാൻ. കാനായിൽ എൻ്റെ ഈശോയുണ്ടേ, വെള്ളം വീഞ്ഞാക്കിയൊരീശോയുണ്ടേ. കാനായിൽ എൻ്റെ അമ്മയുണ്ടേ, സങ്കടം കണ്ടോരമ്മയുണ്ടേ. എൻ്റെ ജീവിതത്തിൽ സ്നേഹം വിളമ്പാൻ ദൈവം നൽകിയ സമ്മാനമേ. വളരേണം ഞാനീശോയോളം എൻ്റെ അമ്മയെ അറിയാൻ, ചെറുതാകണം ഞാനമ്മയോളം എൻ്റെ ഈശോയെ അറിയാൻ. 2003 സിസ്റ്റർ ഷൈനി തന്റെ ആദ്യ വ്രതവാഗ്ദാനം സ്വീകരിച്ചത്. തുടർന്ന് 2004 കോട്ടയം MOCയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദവും 2017 ബാംഗ്ലൂർ ധർമാരം കോളേജിൽ നിന്ന് ബിബ്ലിക്കൽ തിയോളജിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ സിസ്റ്റർ ഷൈനി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തിയോളജിക്കൽ കോളേജിൽ ഡീൻ ഓഫ് സ്റ്റഡീസായി പ്രവർത്തിച്ചു വരികയാണ്. പാല, പാതുവ, ചെത്തിക്കുളത്ത് ചാക്കോ അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഷൈനി. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വാർത്താപത്രമായ സീറോ മലബാർ വിഷൻ സഭയുടെ കേന്ദ്ര കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ വെച്ച് റിലീസ് ചെയ്തു. സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലിന് നൽകിക്കൊണ്ടാണ് പുതിയ വാർത്താപത്രത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചത്. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ തീരുമാനപ്രകാരമാണ് പുതിയ വാർത്താപത്രം ഇറക്കുന്നത്. സഭാംഗങ്ങളെ കൂടുതൽ ഐക്യത്തിലേക്ക് നയിക്കുന്നതിനും സഭയുടെ അജപാലനപരവും പ്രേക്ഷിതപരവുമായ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ ദിശാമുഖം നൽകുന്നതിനും പുതിയ വാർത്താപത്രം സഹായകരമാണെന്ന് സീറോ മലബാർ വിഷൻ പ്രകാശിപ്പിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അഭിപ്രായപ്പെട്ടു. സഭയുടെ പൊതുവായ പ്രവർത്തനങ്ങളും രൂപതകൾ, സമർപ്പിത സമൂഹങ്ങൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം ആഗോള സഭയുടെയും സീറോ മലബാർ സഭയുടെയും വാർത്തകളും അവതരിപ്പിക്കുന്ന സീറോ മലബാർ വിഷൻ തയ്യാറാക്കുന്നത് സഭയുടെ മീഡിയ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലാണ്. എല്ലാ മാസവും ഈ വാർത്താപത്രം ഓൺലൈനിൽ ലഭ്യമാക്കുമെന്ന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ അലക്സ് ഓണംപള്ളി അറിയിച്ചു. ഫാദർ ആബേൽ സ്മൃതി സംഗീത സന്ധ്യ പാലാരിവട്ടം POCയിൽ നടന്നു. KCBC മീഡിയ കമ്മീഷനും ചാവറ കൾച്ചറൽ സെന്ററും ചേർന്നാണ് സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത്. ഫാദർ ആബേലിന്റെ 101ാം ജയന്തിയോടനുബന്ധിച്ച് നടന്ന സംഗീത സന്ധ്യ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മലയാള ഗാന സാഹിത്യത്തിനും പ്രത്യേകിച്ച് ക്രൈസ്തവ ഗാനധാരയ്ക്കും ശ്രേഷ്ഠ സംഭാവന നൽകിയ ആബേലച്ചന്റെ 101ാം ജയന്തിയോടനുബന്ധിച്ചാണ് ഫാദർ ആബേൽ സ്മൃതി സംഗീത സന്ധ്യ നടത്തപ്പെട്ടത്. ചെറുപ്പക്കാരായ യുവജനങ്ങളെ വളർത്തിയെടുക്കുവാൻ CMI വൈദികനായ ആബേലച്ചൻ വളരെയധികം പ്രയത്നിച്ചുവെന്നും അതിന്റെ ഫലമായി കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി കലാകാരന്മാർ ഉദയം കൊണ്ടെന്നും കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ചെറുപ്പക്കാരായിട്ടുള്ള വളരെ പ്രഗത്ഭരായ കലയിലെ പ്രാവീണ്യമുള്ള കുട്ടികളെ, യുവജനങ്ങളെ ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് അദ്ദേഹം വളരെയേറെ പ്രയത്നിച്ചു. അതിൻ്റെ ഫലമാണ് ഈ വേദിയിലും കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിൽ മുഴുവനുമൊക്കെ അറിയപ്പെടുന്ന പല കലാ പ്രതിഭകളുടെയും ഉദയം എന്ന് നമുക്കറിയാം. മിമിക്രി കലാകാരന്മാരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിനും കലാഭവൻ എന്ന പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നതിനും എന്നും മുന്നിൽ നിന്ന ആബേലച്ചനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മറക്കാനാവാത്തതാണെന്ന് ആബേൽ സ്മൃതി പ്രഭാഷണത്തിൽ ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖ് പറഞ്ഞു. ചടങ്ങിൽ ഫാദർ ആബേൽ സ്മൃതി ഗാനാലാപനത്തിന്റെ മത്സര വിജയിക്കുള്ള സമ്മാനം കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ നൽകി. കലാഭവൻ സെക്രട്ടറി KS പ്രസാദ്, സംഗീത സംവിധായകൻ അൽഫോൺസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ ആബേലച്ചന്റെ ഗാനങ്ങൾ പ്രശസ്ത ഗായകർ ആലപിച്ചു. ജീവിതത്തിൽ വന്നു വസിച്ചിടുക നിൻ സ്നേഹത്താൽ നിറഞ്ഞിടുന്നു ഞാൻ ആനന്ദസാഗരത്തിൽ.
ദൈവികമായ ശക്തിയാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നതെന്നും സഭ തകരുന്ന ഒരു പേടകമല്ലെന്നുമുള്ള ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയലിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. 126ാമത് മാരാമൺ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. വർഗീയത ലക്ഷ്യമിടുന്നവർ ആദ്യം ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെ വളർച്ചയ്ക്ക് ക്രൈസ്തവ മിഷണറിമാർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. ദുരന്തങ്ങൾ ഒരിക്കലും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, അവനെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണെന്നും ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. മനുഷ്യ ഹൃദയത്തോട് പ്രതികരിക്കുന്ന ദൈവികമായ ഹൃദയമുള്ള കുടുംബമാണ് സഭയെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കുടുംബത്തിലെ എല്ലാ കുറവുകളും നമ്മുടെ സഭയിലുണ്ട്. കുടുംബത്തിലെ സ്നേഹം നമ്മുടെ സഭയിലുണ്ട്. സാഹോദര്യത്തിൻ്റെ ഭാവത്തിൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തോട് പ്രതികരിക്കാൻ സാധിക്കുന്നത് എന്ന ഒരു വലിയ കാഴ്ചപ്പാട് പുതിയ കാലത്തിൽ സഭ അഭിമാനപൂർവ്വം ഈ സാഹോദര്യത്തിൻ്റെ സാക്ഷിയായിട്ട് മാറണം. ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ സ്വാധീനം ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ. കോട്ടയം സെയിന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനവും യാത്രയയപ്പ് സമ്മേളനവും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചും അതിലെ എല്ലാ മതസ്ഥരെയും പ്രവേശിപ്പിച്ചും നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്ക് ഒരു പുതിയ ഉണർവ് കൊടുക്കുന്നതിന് സാധിച്ചു എന്നതാണ് വസ്തുത. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രത്യേകിച്ച് സ്കൂൾ ആരംഭിച്ചതിൽ നിന്നാണ് ഇപ്പോഴത്തെ സെയിന്റ് ആൻസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തുടക്കം എന്ന് കാണാം. ജാതിമതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുവാൻ ക്രൈസ്തവ സഭകൾക്ക് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും അടിസ്ഥാനം സ്ത്രീകളിൽ ഉറപ്പിച്ചിരിക്കുന്നതിനാൽ സംസ്കാരവും മാനവിക മൂല്യങ്ങളും അവരിൽ രൂപപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് പെൺകുട്ടികൾക്കായി സ്കൂളുകൾ സ്ഥാപിച്ചതെന്ന് മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. ഒരു വ്യക്തിയുടെ എല്ലാവിധത്തിലുമുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മാനവികത, മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനുള്ള പരിശ്രമമാണല്ലോ നാം വിദ്യാഭ്യാസത്തിലൂടെ നടത്തുക. അപ്പോൾ പെൺകുട്ടികളിൽ നല്ല മാനവിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും ഊട്ടിയുറപ്പിക്കുവാനും അത് അവരിലൂടെ തലമുറകളിലേക്ക് കൈമാറുവാനും സാധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സംസ്കാരധന്യമായ തലമുറകൾക്ക് ജന്മം കൊടുക്കുവാൻ ഒരു സമൂഹത്തിന് സാധിക്കും. ചടങ്ങിൽ തോമസ് ചാഴിക്കാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സുവനീർ പ്രകാശനവും നിർവഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ സ്റ്റാനി എടത്തിപ്പറമ്പിൽ വിരമിക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുകയും സ്കോളർഷിപ്പ് വിതരണം നടത്തുകയും ചെയ്തു. കേരള സഭയുടെ ആത്മീയ അഭിമാനവും ക്രൈസ്തവ ദർശനങ്ങളുടെ ഉദാത്ത മാതൃകയുമായി ചരിത്രം കുറിച്ച വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ രക്തസാക്ഷിത്വത്തിന് 26 വയസ്സ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി പ്രേക്ഷിത വേലയിലൂടെ അനേകരെ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിച്ച ആ ധീര സന്യാസിനിയെ ശത്രുക്കൾ അതിനിഷ്ഠൂരമായി 54 പ്രാവശ്യം കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി വട്ടാലിൽ ഏലീശോ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി 1954 ജനുവരി 29 റാണി മരിയ ജനിച്ചു. ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്ന അവൾ അനുദിന ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനകളിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു. 18-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്ന അവൾ 1974 മെയ് 1 റാണി മരിയ എന്ന നാമത്തിൽ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ സാഹസികതയും അനിവാര്യതയും ബോധ്യമായ അവൾ പ്രയാസങ്ങളെയും എതിർപ്പുകളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തീക്ഷ്ണമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 8 വർഷത്തോളം തന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷ വേലയിലും അവഗണിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായും അഹോരാത്രം അവിടെ അധ്വാനിച്ചു. തുടർന്ന് 9 വർഷം മധ്യപ്രദേശിലെ സറ്റന രൂപതയിൽ പ്രേക്ഷിതവേലയിൽ വ്യാപരിച്ച് ആദിവാസികൾക്കിടയിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ നടത്തിയ സ്തുത്യർഹ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ദരിദ്രരെ ഭൂവുടമകളുടെ ചൂഷണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ധൈര്യസമേതം സ്വരമുയർത്തിയ ആ ധന്യ സന്യാസിനിയുടെ നീക്കങ്ങൾ ഭൂവുടമകളെ ചൊടിപ്പിച്ചു. 1995 ഫെബ്രുവരി 25 ജീവൻ സിംഗ്, ധർമ്മേന്ദ്ര, സാമുന്ദർ സിംഗ് എന്നിവർ ചേർന്ന് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ അധിക്ഷേപിക്കുകയും
തുടർന്ന് സാമുന്ദർ സിംഗ് മൃഗീയമായി 54 പ്രാവശ്യം കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അവസാന ശ്വാസം വരെ യേശുനാമം ഉരുവിട്ടുകൊണ്ട് കർത്താവിന്റെ ഉദ്യാനത്തിലെ അവിടുത്തെ പ്രിയ മണവാട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ക്രൈസ്തവ ഉപവിയുടെ യഥാർത്ഥ പ്രകടനമായി പിൽക്കാലത്ത് സിസ്റ്റർ റാണിമരിയുടെ ഘാതകൻ സാമുന്ദർ സിംഗിന് സിസ്റ്ററിന്റെ മാതാപിതാക്കൾ മാപ്പ് നൽകുകയും അവരുടെ കുടുംബത്തിലെ ഒരംഗമായി സാമുദ്രനെ സ്വീകരിക്കുകയും ചെയ്തു. നവംബർ 4 വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി മകുടം ചൂടിയ പ്രഥമ ഭാരതീയ വനിതയായി സിസ്റ്റർ റാണി മരിയ ഉയർത്തപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ സാമുന്ദർ സിംഗും എത്തിയിരുന്നു. അമേരിക്കൻ സംസ്ഥാനമായ മിഷിഗണിലെ ഡിയർബോണിലെ ഡിവൈൻ ചൈൽഡ് എലിമെന്ററി സ്കൂൾ അങ്കണത്തിൽ മഞ്ഞുദേവാലയം നിർമ്മിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച വൈദികനും ഇടവക സമൂഹവും. ഡിവൈൻ ചൈൽഡ് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ഡേവിഡ് പെല്ലിക്കനാണ് ചാപ്പൽ വെഞ്ചരിച്ച ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ചത്. മിഷിഗണിലെ ഡിയർബോണിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചതോടെയാണ് ഡിവൈൻ ചിൽ ചാപ്പൽ നിർമ്മാണത്തിന് സാഹചര്യമൊരുങ്ങിയത്. ഡിവൈൻ ചിൽ ചാപ്പൽ പ്രാവർത്തികമാക്കാൻ ഫാദർ പെല്ലിക്കനും ഇടവക വികാരിയായ ഫാദർ ബോബ് മക്കാബിയും എല്ലാ പിന്തുണയും അറിയിച്ച് മുന്നോട്ടെത്തിയതോടെ വിഭാവനം ചെയ്തത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഉടൻ ചാപ്പലിന്റെ രൂപരേഖ തയ്യാറാക്കുകയും ശേഷം 4 ദിവസം കൊണ്ട് ചാപ്പൽ നിർമ്മാണം പൂർത്തിയാക്കുകയുമായിരുന്നു. മരം കൊണ്ടാണ് ചാപ്പലിന്റെ ചട്ടക്കൂട് തയ്യാറാക്കിയത്. അൾത്താര ഭിത്തികളിലും സങ്കീർത്തിയിലും മറ്റ് വിശുദ്ധ സ്ഥലങ്ങളിലും മഞ്ഞു നിറച്ചത് ഡിവൈൻ ചൈൽഡ് എലിമെന്ററി സ്കൂളിലെയും ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളാണ് എന്നത് ശ്രദ്ധേയമാണ്. 200ഓളം വിദ്യാർത്ഥികൾ ചാപ്പൽ നിർമ്മാണത്തിൽ ഭാഗഭാക്കായി. ചാപ്പൽ നിർമ്മാണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഇടവകാംഗങ്ങളും നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ സന്നദ്ധരായതോടെ മഞ്ഞുചാപ്പൽ നിർമ്മാണം ഇടവകയുടെ തന്നെ പദ്ധതിയായി മാറുകയായിരുന്നു. ചാപ്പലിലെ മെഴുകുതിരികളും ക്രൂശിത രൂപവും അടക്കമുള്ള വസ്തുക്കൾ സംഭാവനയായി ലഭിച്ചു. ഹൂട്ടണിലെ മിഷിഗൺ ടെക് യൂണിവേഴ്സിറ്റിയുടെ ശൈത്യകാല കാർണിവലിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ മഞ്ഞുകട്ടകൾ കൊണ്ട് ദേവാലയം നിർമ്മിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചതിൽ നിന്നും ലഭിച്ച പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇടവക വിശ്വാസികളുടെ തീക്ഷ്ണതയിലും കൂട്ടായ്മയിലും ഡിവൈൻ ചിൽ ചാപ്പൽ രൂപം കൊണ്ടത്. വിശ്വാസികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 300-ലധികം പേരാണ് ബലിയർപ്പണത്തിൽ പങ്കുചേർന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വൈമനം സിംഗ് കാണിക്കുന്ന വിശ്വാസികളെ മാർക്കറ്റിന് മുന്നിൽ ക്ഷണിക്കുന്ന വൈദികന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടുന്നു. അമേരിക്കയിലെ ന്യൂയോർക്ക് അതിരൂപതയിലെ ഫാദർ കാർലോസ് ലിമോങ്കി എന്ന വൈദികനാണ് വിശ്വാസികളെ കണ്ടെത്തുവാൻ മാർക്കറ്റിൽ പോയത്. നിങ്ങൾക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാനും ഷോപ്പിംഗ് നടത്തുവാനും വരാമെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കും വരാമെന്നെഴുതിയ പ്ലക്കാർഡുമായി മാർക്കറ്റിൽ നിൽക്കുന്ന ഫാദർ ലിമോങ്കിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. തന്റെ ഈ ശ്രമത്തിന് ശേഷം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് ഫാദർ ലിമോങ്കി പറയുന്നു. വിഭൂതി തിരുനാളിന് മുമ്പ് ന്യൂയോർക്കിലെ പലചരക്ക് കടയുടെ മുന്നിൽ പ്ലക്കാർഡുമായി നിൽക്കുന്ന ഫാദർ ലിമോങ്കിയുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ദൈനംദിന ജീവിതവും ദിനചര്യകളും സാധാരണ പോലെയായിട്ടും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കാത്തതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കണമെന്നതായിരുന്നു തന്റെ ആഗ്രഹമെന്ന് ഫാദർ ലിമോങ്കി പറഞ്ഞു. പ്രദേശത്തെ ചിലർ ഷോപ്പിങ്ങിനും ഭക്ഷണശാലകളിലും പോകുന്നുണ്ടെങ്കിലും വൈറസ് ബാധയുടെ പേര് പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറില്ലായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത്. രസകരവും എന്നാൽ ഹൃദയസ്പർശിയുമായ രീതിയിൽ എപ്രകാരം ആളുകളെ വിശുദ്ധ കുർബാനയിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന തന്റെ ആലോചനയ്ക്കൊടുവിൽ ഈ ആശയമാണ് തലയിൽ ഉദിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ കുർബാനയിൽ വരാത്തവരെ കുറ്റപ്പെടുത്തുകയോ അപമാനിക്കുകയോ കുറ്റബോധം ഉളവാക്കുകയോ തന്റെ ലക്ഷ്യമല്ലെന്നും വൈറസിനെ കുറിച്ച് തന്നോട് സംസാരിച്ചവരോട് ആരോഗ്യനില തൃപ്തികരമല്ലെങ്കിൽ സുരക്ഷിതമായി വീട്ടിൽ കഴിയുവാൻ ഉപദേശിക്കുകയാണ് താൻ ആദ്യമായി ചെയ്തതെന്നും ഫാദർ ലിമോങ്കി പറഞ്ഞു. ചെയ്തുകൊണ്ടിരുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എന്റെ ദൈവാരാധനയ്ക്കും ഈ പരിഗണന കൊടുത്തുകൂടാ എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് തന്റെ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഫാദർ ലിമോങ്കിയുടെ ആശയത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചർച്ച് പോപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.
8 വർഷക്കാലം സ്വന്തം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 22,000 കുഞ്ഞുങ്ങളുടെ അബോർഷനുകൾക്ക് ചുക്കാൻ പിടിച്ച അബി ജോൺസന്റെ വിശ്വാസ സാക്ഷ്യവും പ്രോ ലൈഫ് നിലപാടുകളും പരിവർത്തനങ്ങൾ ഉളവാക്കുന്നു. ടെക്സാസിലെ പ്ലാന്റ് പേരന്റ്ഹുഡ് ക്ലിനിക്കിന്റെ ഡയറക്ടറായിരുന്ന അബി ഇന്ന് സുവിശേഷ പ്രഘോഷണങ്ങളുടെയും ജീവന്റെ ദൈവദത്തമായ അവകാശങ്ങളുടെയും ശക്തിയായ കത്തോലിക്ക വക്താവാണ്. ടെക്സാസിലെ പ്ലാന്റ് പേരന്റ്ഹുഡ് അബോർഷൻ ക്ലിനിക്കിന്റെ ഡയറക്ടറായി 8 വർഷം ജോലിയിൽ വ്യാപരിച്ച അബി ജോൺസൺ പ്രോ ചോയ്സ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് സ്ത്രീകളുടെ അവകാശമായി അബോർഷൻ സ്ഥാപിച്ചെടുക്കാൻ ഘോര പ്രസംഗങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. 2 പ്രാവശ്യം സ്വയം അബോർഷനുകൾക്ക് വിധേയായ അബി സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പുകമറയിൽ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ സൗകര്യപൂർവ്വം നടത്തപ്പെട്ട 22,000-ലേറെ അബോർഷനുകൾക്ക് കൂട്ടാളിയായി. 21-ാം വയസ്സിൽ കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ പ്ലാന്റ് പേരന്റ്ഹുഡ് നടത്തിയ അബോർഷൻ അനുകൂല ക്യാമ്പയിനുകൾ തന്നെ സ്വാധീനിക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയ അബി നിസ്സാരമെന്ന് തോന്നിക്കുന്ന നുണകളിലൂടെയും ന്യായീകരണങ്ങളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും പാപം ജീവിതത്തിൽ നുഴഞ്ഞു കയറുന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നു. തന്റെ മാതാപിതാക്കൾ പകർന്ന സുവിശേഷ മൂല്യങ്ങളും ബോധ്യങ്ങളും വിസ്മരിച്ച തനിക്ക് താൻ പങ്കെടുത്ത കുരുന്നു കൊലപാതകങ്ങളിലെ മികച്ച പ്രകടനത്തിന് 2008-ൽ എംപ്ലോയി ഓഫ് ദി ഇയർ ബഹുമതി ലഭിച്ചതും അബി അനുസ്മരിക്കുന്നു. 2006 സെപ്റ്റംബർ 26-ന് ഒരു അബോർഷനെ അസിസ്റ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അബി അൾട്രാസൗണ്ട് ദൃശ്യങ്ങളിൽ തന്നെ ഉപദ്രവിക്കാൻ അടുത്തുവരുന്ന ഉപകരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുതിരുന്ന ജീവനുള്ള കുഞ്ഞിനെ കാണുകയും എന്നാൽ നിസ്സഹായതയുടെ പാരമ്യത്തിൽ എങ്ങോട്ടും തിരിയാനാകാതെ കുഞ്ഞ് കുരുതി കഴിക്കപ്പെടുന്നതിന് സാക്ഷിയാകുകയുമായിരുന്നു. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം ഒരു കണ്ണാടിയിലെന്ന പോലെ അബ്ബിയുടെ ഉള്ളിൽ മിന്നിമറയുകയും അവൾ വാവിട്ട് കരയുകയും ചെയ്തു. നീ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി നിനക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും അവയ്ക്കുള്ള പരിഹാരം നിന്നോടുള്ള എന്റെ കരുണയും കൃപയുമാണെന്നുമുള്ള ദൈവസ്വരം തന്റെ ജീവിതത്തെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തിയതായും അബ്ബി വെളിപ്പെടുത്തി. 2009 ഒക്ടോബർ 6-ന് പ്ലാന്റ് പേരന്റ്ഹുഡിൽ നിന്നും വിരമിച്ച 7 കുഞ്ഞുങ്ങളുടെ അമ്മയായ അബ്ബി 2012-ൽ കത്തോലിക്ക സഭയിൽ ചേരുകയായിരുന്നു. ഇന്ന് കോളേജ് വിദ്യാർത്ഥിനികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ക്രിസ്തുവിന്റെ ക്ഷമയുടെയും സുവിശേഷ പ്രബോധനങ്ങളുടെയും പ്രോ ലൈഫ് നിലപാടുകളുടെയും വക്താവായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അബ്ബിയിലൂടെ 600 അബോർഷൻ പ്രവർത്തകർ പിന്തിരിഞ്ഞ് ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കി കഴിഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ദേവാലയങ്ങൾ അടയ്ക്കേണ്ടി വന്ന പെറുവിൽ നിർമ്മാണത്തിലിരിക്കുന്ന പള്ളിയുടെ മേൽക്കൂരയിൽ അൾത്താരയൊരുക്കി ദിവ്യബലി അർപ്പിക്കുന്ന വൈദികന്റെ ചിത്രങ്ങൾ വൈറലാകുന്നു. പെറുവിലെ അംബോ പ്രവിശ്യയിലെ സാന്താറോസ് ഇടവക വികാരിയായ ഫാദർ ജുവാൻ ലോപ്പസ് ആണ് ആ വൈദികൻ. കോവിഡ് വ്യാപനം രൂക്ഷമായ പെറുവിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഭരണകൂടം പല പ്രവിശ്യകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28 വരെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളും ഷോപ്പിംഗ് സെന്ററുകളുമെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ഈ നിയന്ത്രണങ്ങളൊന്നും ഫാദർ ജുവാനെ തന്റെ ഇടവക ജനങ്ങൾക്കായി ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന് മുകളിൽ അൾത്താരയും ശബ്ദ സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയാണ് ഈ വൈദികൻ തന്റെ ഇടവക ജനത്തിനായി വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. ഏകദേശം 100ഓളം ആളുകൾ തങ്ങളുടെ വീടിന്റെ ജനാലയ്ക്കരികിലും മേൽക്കുരയിലും ബാൽക്കണിയിലും ഇരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. 3000-ഓളം ആളുകൾ ഓൺലൈനായും ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്നെല്ലാം കരകയറുവാൻ ദൈവം വഴിയൊരുക്കുമെന്ന് ഫാദർ ലോപ്പസ് പറഞ്ഞു. ദിവ്യബലി അർപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടുകൂടി പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റിയ ഫാദർ ലോപ്പസ് അനേകർക്ക് പ്രചോദനമാവുകയാണ്. ചുരുങ്ങിയ ദിവസം കൊണ്ട് യൂട്യൂബിൽ 22,000 വ്യൂവേഴ്സുമായി ജനമനസ്സുകൾ കീഴടക്കി മുന്നേറുന്ന ബാവ ഉണ്ണീശോ എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഒട്ടനവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ പാലാ രൂപതാംഗമായ ഫാദർ തോമസ് താന്നി നിൽക്കും തടത്തിലാണ് ഈ ഗാനത്തിന് സംഗീതം നൽകി ഹൃദ്യമായ സ്വരത്തിൽ ആലപിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനും വിശുദ്ധ കുർബാന സ്വീകരണത്തിനും പാടാവുന്ന രീതിയിലാണ് ഗാനത്തിന്റെ വരികളും ഈണവും ക്രമീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.
തിരികളും വിടരുമീ ചെറുപ്പൂക്കളും അർച്ചനയ്ക്കായി നിൻ തിരുമുൻപിൽ ഏകിടുന്നു സദയം. എരിയുമീ മെഴുതിരികളും വിടരുമീ ചെറുപ്പൂക്കളും അർച്ചനയ്ക്കായി നിൻ തിരുമുൻപിൽ ഏകിടുന്നു സദയം. എന്നീശോവാ എൻ്റെ ഉള്ളിൽ കുഞ്ഞുസ്തിയായി എന്നീശോവാ എൻ്റെ ഉള്ളിൽ കുഞ്ഞുസ്തിയായി എന്നുമെന്നും കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി വാ. എന്നുമെന്നും കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി വാ. ഭോജ്യമായി സ്വീകരിക്കാൻ സ്നേഹാർദ്രമായി നിൻ വിരുന്നുണ്ണുവാൻ. ആത്മാവിൻ ഭോജ്യമായി സ്വീകരിക്കാൻ സ്നേഹാർദ്രമായി നിൻ വിരുന്നുണ്ണുവാൻ. പിഞ്ചു പൈതൽ ഞങ്ങൾ തൻ ഹൃത്തിൽ നാഥനായി നീ വരണേ. പിഞ്ചു പൈതൽ ഞങ്ങൾ തൻ ഹൃത്തിൽ നാഥനായി നീ വരണേ. എന്നീശോവാ എൻ്റെ ഉള്ളിൽ കുഞ്ഞുസ്തിയായി എന്നീശോവാ എൻ്റെ ഉള്ളിൽ കുഞ്ഞുസ്തിയായി എന്നുമെന്നും കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി വാ. എന്നുമെന്നും കൂടെ വസിക്കാൻ ദിവ്യകാരുണ്യമായി വാ.